നമസ്കാരം, വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനു മേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശാസ്ത്രത്തിലൂന്നിയ ചെറുത്തുനിൽപ്പ് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ സംഭാവനകൾ കൊണ്ട് മാത്രമല്ല, രാജ്യത്തിനാകെ മാതൃകയാകുന്ന ചർച്ചകൾ കൊണ്ടും ശാസ്ത്ര കോൺഗ്രസ് ശ്രദ്ധേയം. ശാസ്ത്രവും അന്ധവിശ്വാസങ്ങളും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നു. ശാസ്ത്ര കോൺഗ്രസുകളിൽ വർഗീയ പുനരുജ്ജീവനവാദക്കാർ എത്തുന്നതിനെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി. കേരള ശാസ്ത്ര കോൺഗ്രസിന് വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് അത്യുജ്വല തുടക്കം. ഡിജിറ്റൽ വിളക്ക് തെളിയിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മാതാവിന്റെ വിയോഗത്തിൽ ഹൃദയവേദനയോടെ കഴിയുന്ന ആലത്തൂർ MP കെ രാധാകൃഷ്ണനെ കാണാൻ പറന്നെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തോന്നൂർക്കരയിലെ വസതിയിലെത്തി MP-യെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. മുഖ്യമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഇറങ്ങിയത് ചേലക്കര SMT സ്കൂൾ ഗ്രൗണ്ടിൽ. തൃശൂരിലെത്തി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുതിർന്ന CPM നേതാവ് ബേബി ജോണിനെ സന്ദർശിച്ചു. കുന്നംകുളത്തെ ചെങ്കടലാക്കി CPM ജില്ലാ സമ്മേളന വേദികൾ. ത്രിദിന സമ്മേളനം ഞായറാഴ്ച മുതൽ. ടൗൺ ഹാളിൽ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം ചെറുവത്തൂർ മൈതാനിയിൽ. ഉദ്ഘാടകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള 398 പേരടക്കം 444 പ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലയിൽ പാർട്ടിക്ക് 47,317 അംഗങ്ങൾ. പതാക ദീപശിഖ കൊടിമര ജാഥകൾ സമ്മേളന നഗരിയിലെത്തി. പതാക എത്തിച്ചത് വടക്കാഞ്ചേരി നഗരത്തിലെ MK കൃഷ്ണൻ രക്തസാക്ഷി സ്മൃതി കേന്ദ്രത്തിൽ നിന്ന്. സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, ജാഥ ക്യാപ്റ്റൻ സേവ്യർ ചിറ്റിലപ്പള്ളി MLA-ക്ക് പതാക കൈമാറി. കൊല്ലത്ത് ഹോസ്റ്റലിന്റെ 4ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആശുപത്രി ജീവനക്കാരി മരണമടഞ്ഞു. തോളൂർ പള്ളത്തിൽ വീട്ടിൽ 25-കാരി മനീഷയാണ് ദുരന്തത്തിനിരയായത്. കൊല്ലം നഗരപരിധിയിലെ ആശുപത്രിയിലെ HR വിഭാഗം ജീവനക്കാരിയായിരുന്നു മനീഷ. ചാത്തന്നൂർ MES കോളേജ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത്. സംസ്ഥാന ബജറ്റിൽ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിന് 95.84 കോടി രൂപയുടെ പദ്ധതികൾ അനുവദിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. മണ്ഡലത്തിലെ 77.5 കോടി രൂപയുടെ മറ്റ് പദ്ധതികൾ കൂടി ബജറ്റിൽ. മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചതായും പ്രഖ്യാപനം. കേരളത്തിന്റെ വ്യവസായ ശബ്ദമായിരുന്ന കെൽട്രോണിന്റെ പുനരുദ്ധാരണത്തിന് തുക അനുവദിക്കാത്തതിൽ പ്രതിഷേധം. 1ാം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളും കടലാസിൽ ഉറങ്ങുന്നു. വിരുപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽ തുറക്കാനും നടപടിയില്ല. അച്ഛൻ ഡ്രൈവർ, മകൾ കണ്ടക്ടർ. പഠനത്തോടൊപ്പം തിരക്കിട്ട ജോലിയുമായി അനന്തലക്ഷ്മി. രാമപ്രിയ ബസ്സിൽ വിശിഷ്ടാതിഥി യാത്രക്കാരൻ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിൽ കോട്ടപ്പുറം പള്ളിയിലേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അനന്തലക്ഷ്മിയെ ആദരിച്ചു. വാർത്താവിശേഷം വീണയൻ സ്പെഷ്യലിൽ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയ്ക്ക് സമീപം കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ വൻ അഗ്നിബാധ. ഏക്കർ കണക്കിന് സ്ഥലത്തെ അടിക്കാടുകളും ചെറുമരങ്ങളും കത്തിനശിച്ചു. ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തീ അണച്ചത് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേന. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ കണ്ണികളായി. മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് വടക്കാഞ്ചേരി ജനതാ ഗ്രൂപ്പിന്റെ സ്നേഹസമ്മാനം. കുരുതികുളങ്ങര മേരി ഫ്രാൻസിസിന്റെ സ്മരണയ്ക്ക് മക്കൾ നൽകിയത് അത്യന്താധുനിക സൗകര്യങ്ങളോടെയുള്ള കട്ടിൽ. ഭാരവാഹികൾ ഏറ്റുവാങ്ങി. കൊടകരയിൽ ആഡംബരക്കാരിൽ മദ്യക്കടത്ത്. 224 കുപ്പി വിദേശ മദ്യവുമായി 50കാരൻ പിടിയിൽ. മാഹി പള്ളൂർ സ്വദേശി ജംഷാദാണ് പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ പഴുവിൽ സ്വദേശി പിടിയിൽ. മരോട്ടിക്കൽ രാജുവിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ആവേശലഹരിയിലേക്ക് ഒരിക്കൽ കൂടി ശക്തന്റെ തട്ടകം. 2025 പൂരം പ്രദർശനത്തിന്റെ ഭൂമി പൂജയും കാൽനാട്ടിൽ കർമ്മവും നടന്നു. 2025 മാർച്ച് 24 മുതൽ മെയ് 22 വരെ പ്രദർശനം. മെയ് 6 തൃശൂർ പൂരം. ഉത്സവപ്രേമികൾക്ക് വർണ്ണവിസ്മയത്തിന്റെ മതിവരാ കാഴ്ചകൾ സമ്മാനിച്ച് മച്ചാട് ഷൺമുഖാനന്ദ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം.